ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുള്ള മുൻ നിലപാടിൽ സർക്കാർ മാറ്റം വരുത്തുമെന്ന് സൂചന. സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബിയുടെയും മന്ത്രിമാരുടെയും പ്രതികരണങ്ങളിൽ ഈ സൂചനയാണുള്ളത്. സമൂഹത്തിൽ ഒഴിവാക്കാവുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കപ്പെടണമെന്നാണ് എം.എ. ബേബിയുടെ പ്രതികരണം. അതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായല്ലോ. ആ വിവാദമുണ്ടായ സാഹചര്യത്തിൽ ഇവിടെ അതെല്ലാം പരിശോധിച്ച് ഉചിതമായ ഒരു തീരുമാനമെടുക്കട്ടെ. ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും സമൂഹത്തിൽ ഒഴിവാക്കാവുന്ന സംഘർഷം ഉണ്ടാകുന്നതിന് നമ്മൾ വഴിവെച്ചുകൂടാ. പാർട്ടിയെ സംബന്ധിച്ച് എല്ലാ കാലത്തും മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുള്ള സമീപനം പാർട്ടി പിന്തുടർന്നിട്ടുണ്ട്. ഇപ്പോൾ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒക്കെ. പക്ഷെ അതെല്ലാം സാമൂഹികമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളെയെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. അതാണ് പാർട്ടിയുടെ പൊതു സമീപനം. ഈ പ്രത്യേക വിഷയത്തിൽ എന്ത് വേണമെന്നുള്ളത് ഇവിടെ ചർച്ച ചെയ്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അഭിപ്രായം രൂപീകരിച്ച് അറിയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർക്കാർ എപ്പോഴും വിശ്വാസികൾക്കൊപ്പമെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ പ്രതികരിച്ചു. സർക്കാരിനോട് കോടതി നിലപാട് തേടിയിട്ടില്ല എന്ന് നിയമമന്ത്രി പി. രാജീവിന്റെ മറുപടി. അല്ല, ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും പറഞ്ഞല്ലോ, ജനങ്ങളോടൊപ്പമായിരിക്കും, വിശ്വാസികളോടൊപ്പമായിരിക്കും. അത് കാര്യത്തിൽ സംശയമൊന്നുമില്ല. അന്നത്തെ വന്ന് കോടതി വിധിയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങളെ സംബന്ധിച്ചും ഗവൺമെൻറ് കൂടിയാലോചിച്ചില്ല. ക്യാബിനറ്റ് വരുന്നതേ ഉള്ളൂ. LDF കൂടിയാലോചിച്ച് ആ കാര്യത്തിൽ നിലപാട് എടുക്കും. 9 അംഗ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന തീരുമാനമാണ് ഇന്നലെ എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മാർഗങ്ങളിലേക്കെല്ലാം വരുന്നത് ഏപ്രിൽ മാസത്തിലാണ്. അതിൻ്റെ ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തുമ്പോഴേക്ക് സർക്കാരിനോട് ചോദിക്കും, സർക്കാരിൻ്റെ അഭിപ്രായം. സ്വാഭാവികമായിട്ട് സർക്കാർ ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് കൂടിയാലോചിച്ച് പറയും. വിശ്വാസിയുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണല്ലോ ഞങ്ങൾ. ഏത് വിശ്വാസമാണോ ആ വിശ്വാസത്തിനൊപ്പം നിൽക്കും. അതാണല്ലോ ഇതിനകത്ത് യെസ് ഓർ നോ, ഇതിൽ ഗവൺമെൻറ് അഭിപ്രായം എന്നല്ല വരാൻ പോണത്. അപ്പോൾ അത് വളരെ സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ് കോടതി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നല്ല അവധാനതയോടുകൂടി തന്നെ പരിശോധിച്ച് ചർച്ച ചെയ്ത് ഒരു നിലപാട് രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമല്ലല്ലോ. 1 മിനിറ്റ് കൊണ്ട് പരിഹാരം കാണാവുന്ന ഒരു സംഗതിയല്ലല്ലോ ഇത്. ഇതൊരു സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ്. സുപ്രീം കോടതി തന്നെ 9 അംഗ ബെഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ അസാധാരണമായിട്ടല്ലേ 9 അംഗ ബെഞ്ച് വരിക. ഭരണഘടനാപര പ്രശ്നങ്ങളുടെ പരിശോധിക്കുക. അതേസമയം വിഷയത്തിൽ സർക്കാർ ഉരുണ്ടു കളിക്കുന്നുവെന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത്. ശബരിമല സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് സർക്കാർ ഉരുണ്ടു കളിക്കുകയാണ്. മുഖ്യമന്ത്രി മൗനം ദീക്ഷിക്കുന്നു. അതേ അവസരത്തിൽ നിയമമന്ത്രി കൃത്യമായ ഉത്തരം പറയുന്നില്ല. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുക. CPM-ന്റെ നിലപാട് സെക്രട്ടറി M.V. ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ മാറ്റം ഏത് കാര്യത്തിലുണ്ടാകും, മാറ്റം അനിവാര്യമാണ്, മാറ്റത്തിൻ്റെ ലോകത്തുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു മാർസിയൻ പശ്ചാത്തലത്തിൽ അതിനെ മാറ്റം വേണമോ ഇല്ലയോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. എന്താണ് CPM-ന്റെ സ്റ്റാൻഡ് എന്ന് ചോദിച്ചപ്പോൾ അവ്യക്തത കൊണ്ട് നിറഞ്ഞ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് മാറ്റരുതെന്ന് KPMS-ഉം ആവശ്യപ്പെട്ടു. നമ്മളുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ ലിംഗസമത്വത്തിൻ്റെതായിട്ടുള്ള ജനാധിപത്യ സ്ത്രീ പുരുഷ സമത്വവും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ നിന്ന്, പുരോഗമന ആശയങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയാൻ പാടില്ല എന്നതാണ് നമ്മളുടെ അഭിപ്രായം. അത് ആ അഭിപ്രായത്തിൽ ശക്തമായി നിലയുറച്ച് തന്നെ KPMS മുന്നോട്ട് പോകും. ആർ ശ്രീജിത്ത് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇതിപ്പോൾ ഏറ്റവും ഉറ്റുനോക്കുന്നത് എല്ലാവരും സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ CPM-ന് കൈപൊള്ളിയൊരു വിഷയം കൂടിയാണ് ശബരിമല യുവതീ പ്രവേശനം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം NSS-ന്റെ ആയാലും SNDP-യുടെ ആയാലും ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടു. സർക്കാർ ആ നിലപാട് തിരുത്തും, അങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്, പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ പഴയ നിലപാടിൽ നിന്ന് CPM പിന്നോട്ട് പോകും, സർക്കാർ പിന്നോട്ട് പോകുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കരുതാൻ കഴിയുമോ? അമൃത, ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന് അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്യുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായി 2 യുവതികളെ ശബരിമലയിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സർക്കാരാണ് ഒന്നാം പിണറായി സർക്കാർ. എന്നാൽ അത് പിന്നീട് നടന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടപ്പോഴാണ് ശബരിമലയിലെ മുൻ നിലപാടിൽ നിന്ന്, അതായത് ലിംഗസമത്വത്തിൽ ഊന്നിയുള്ള നിലപാടിൽ നിന്ന് CPM പിറകോട്ട് പോയത്. അപ്പോഴും സാങ്കേതികമായി യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് കോടതി
കോടതിക്ക് മുമ്പാകെ നിൽക്കുന്നത്. കാരണം യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പുനഃപരിശോധനാ ഹർജിയോട് അനുകൂലമായ ഒരു സമീപനമായിരുന്നില്ല കേരള സർക്കാർ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഭരണഘടനാ ബെഞ്ചടക്കം വിശ്വാസപരമായ ബെഞ്ചടക്കം രൂപീകരിച്ചുകൊണ്ട് 9-അംഗ ബെഞ്ച് രൂപീകരിച്ച് സുപ്രീം കോടതി മുന്നോട്ട് വരുമ്പോൾ ഇവിടെ നിലപാട് വ്യക്തമാക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന കാര്യം വലിയ ചർച്ചാ വിഷയമാകും. അതുകൊണ്ട് തന്നെ മുൻ നിലപാടിൽ മാറ്റം വരുത്തിക്കൊണ്ട് പടിപടിയായിട്ടുള്ള ഒരു പിന്നോട്ട് മാറ്റമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിന് തെളിവാകുന്ന പ്രതികരണങ്ങളാണ് നിയമമന്ത്രി പി രാജീവിൽ നിന്നും ദേവസ്വം മന്ത്രി വി എൻ വാസവനിൽ നിന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബിയിൽ നിന്നും മറ്റും ഉണ്ടായത്. അതായത് ഈ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ, അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന ഒരു സമീപനത്തിലേക്കാണല്ലോ വരേണ്ടത് എന്നാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ന് ആലപ്പുഴയിൽ പ്രതികരിച്ചത്. അതിൻ്റെ അർത്ഥം യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന നിലപാടിൽ നിന്ന് സർക്കാരും CPIM പിറകോട്ട് പോകുന്നു. നേരത്തെ ലിംഗസമത്വത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടെടുത്ത സമീപനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നാണ്. എന്നാൽ തിടുക്കത്തിൽ നിലപാട് ഇപ്പോൾ പറയേണ്ടതില്ല. ആ നിലപാട് പറയേണ്ട ഘട്ടമാകുമ്പോൾ പറയുമെന്നാണ് നിയമമന്ത്രി പി രാജീവ് പറയുന്നത്. അതായത് സർക്കാരിന് മുന്നിൽ സാവകാശമുണ്ട്. പ്രത്യേകിച്ചും ഇലക്ഷനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സംവാദങ്ങൾ മുറുകിയ ഈ ഘട്ടത്തിൽ ഇപ്പോഴൊരു നിലപാട് എന്താണെന്ന് ആദ്യമേ വിളിച്ചു പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കേണ്ടതില്ല എന്നാണ് CPIM സർക്കാരും കാണുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിലെ തങ്ങൾ പിന്മാറി എന്നൊരു സമീപനം അവതരിപ്പിക്കാത്തത്. സർക്കാരിന്റെ ഈ ചെയ്തിയെ എങ്ങനെയാണ് പ്രതിപക്ഷം നോക്കിക്കാണുന്നത് ശ്രീജിത്ത്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അല്ലെങ്കിൽ പുനഃപരിശോധനാ ഹർജിയുടെ കാര്യത്തിൽ സർക്കാരും CPIM ഉരുണ്ട് കളിക്കുകയാണ് എന്നാണ്. അതായത് ഇപ്പോൾ തന്നെ ഒരു നിലപാട് വ്യക്തമാക്കാൻ CPIM സർക്കാരും മടിക്കുന്നത് ഇതുണ്ടാക്കാൻ പോകുന്ന വിവാദങ്ങൾ ഓർത്താണ്. മറിച്ച് യുവതീ പ്രവേശനത്തെ തങ്ങൾ എതിർക്കുന്നുവെന്ന് നഖശികാന്തം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരാത്തത് എന്താണ്? അങ്ങനെ ഒരു കടന്നുവരവ് വേണം എന്ന കാര്യമാണ് കോൺഗ്രസും UDF ഒക്കെ ആവശ്യപ്പെടുന്നത്. അത്തരമൊരു നിലപാടിലേക്ക് വരാത്തത് കൊണ്ടാണ് ഈ കാര്യത്തിൽ സർക്കാർ ഉരുണ്ട് കളിക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷത്ത് നിന്ന് വെക്കുന്നത്. എന്തായാലും യുവതീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ മുൻ നിലപാട് തിരുത്തുക മാത്രമല്ല, നേരത്തെ ശബരിമല യുവതീ പ്രവേശനത്തിന് എതിരായി നടന്ന നാമജപ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റെടുത്ത കേസുകൾ കൂടി പിൻവലിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം കാലങ്ങളായി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതും ഈ ആവശ്യത്തോടൊപ്പം അവർ ഉയർത്തുന്നുവെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.